ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നൊരു വളരെ സ്പെഷ്യലായ വീഡിയോ ആണ്. നമ്മളൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ഗണപതിയെ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കോളേജിലാണ് പോകുന്നത്. അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് കംഫർട്ടബിളായിട്ട് പോകാൻ വേണ്ടി നമ്മൾ കോളേജിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്, മാമനും അമ്മായും തേജും അച്ചുമുണ്ട്, ഞാനും അച്ഛനും ഫ്രണ്ടിലിരിക്കുന്നു. നമ്മൾ പാലക്കാട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ലോങ് ഹെക്റ്റിക് ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് വയ്യാണ്ടായി. ഒരു 90 കിലോമീറ്റേഴ്സിന് അടുത്തേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും രാവിലെ നമ്മൾ ട്രാവലിംഗ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10:30, നമ്മളൊരു 8:30 സ്റ്റാർട്ട് ചെയ്ത് 10:30 ആയിട്ടാണ് എത്തുന്നത്. അതേ പാലക്കാട് എത്തിയതിൻ്റെ ഒരു പച്ചപ്പും ഹരിതാപയൊക്കെ കിട്ടി തുടങ്ങി. പക്ഷെ പച്ചപ്പും ഹരിതാപയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അസാധ്യ വെയിലാണ്. നമ്മളങ്ങോട്ട് കരിഞ്ഞു പോവും, ഒരു രക്ഷയില്ല. നമ്മൾ അത്രയും ഡീഹൈഡ്രേറ്റഡ് ആവും. മൊത്തത്തിൽ ടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ പോയി കിട്ടുന്ന ഒന്നുമല്ല, അമ്മാതിരി ടാൻ. അപ്പം അത് പോട്ടെ, വിഷയത്തിൽ നിന്ന് മാറണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു യാത്രയിലാണ്. NN കൺവെൻഷൻ സെൻറ്റർ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് ഫൈനലി ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടെ എത്തി. ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമായി. ഫൈനലി എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഇറക്കിയിട്ട് അച്ഛൻ എന്തായാലും കാറ് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഈ ഫ്ലക്സിൽ കാണുന്നത് അതാണ് നമ്മുടെ വിഷയം, മിസ്റ്റർ ആൻഡ് മിസ് പാലക്കാട്. സോ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ് ടു ഫൈൻഡ് മിസ്റ്റർ ആൻഡ് മിസ് പാലക്കാട് 25-26 ആണെന്ന് തോന്നുന്നു. അപ്പം അതിന് നമ്മുടെ അനിയൻ അബി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവൻ്റെ കോമ്പറ്റീഷൻ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറേ എക്സ്പെക്റ്റേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അവൻ ആദ്യമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെന്ന് കയറുമ്പോൾ എന്താ ഉണ്ടാവുക, അവനാണെങ്കിൽ ഒരുപാട് ടെൻഷനുള്ള ആളാണ്. ലൈക്ക് അത്രയും ആ കുട്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം, ബട്ട് നമുക്ക് മറ്റു സൈഡും അറിയാം. കാരണം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന എല്ലാവരും അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളൊരു ഭയത്തിലാണ് നമ്മൾ പോകുന്നത്. എന്നാൽ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമ്മൾ ഭയങ്കര എന്താ പറയുക, വേറൊരു മോഡിലാണ്. ലൈക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങോട്ട് കയറി വന്നു, എന്താണ് ഇവിടുത്തെ സെറ്റപ്പ്, ടിക്കറ്റ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാം. അപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. താഴെയും മേലെയായിട്ടാണ് അവർ വ്യൂവേഴ്സിന് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ താഴെ 400, മേലെ 200. നമ്മൾ താഴത്തെ ആവശ്യമില്ല, എന്തിനാ ഇത്രയും വെറുതെ അൺനെസസറിലി പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് മേലത്തെ തന്നെയാണ് എടുത്തത്. 200-ൻ്റെ നമ്മൾ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ 6 ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും അവർ വന്നിട്ട് നമ്മൾ മേലേക്ക് പോകാനുള്ള സ്ഥലത്തേക്ക്, ആ എൻട്രൻസിലേക്ക് പോയി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അൺഓർഗനൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ പയ്യൻ, നമ്മളിപ്പോൾ 6 പേരുണ്ടെങ്കിൽ 6 പേരുടെ പാസ് കൊടുത്തിട്ട് അവൻ കയ്യിൽ ആ ബാൻഡ് ചുറ്റുന്നുണ്ട്. സോ നോർമലി എന്താ ചെയ്യുക, ആ ബാൻഡ് കൊണ്ട് നമുക്ക് തന്നാൽ മതി, നമ്മൾ ചെയ്യും. ഇയാളിത് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഓരോ പാസ് വാങ്ങി അവനത് കുറേ നേരം കഷ്ടപ്പെട്ട് നിന്ന് തുറന്ന് അച്ഛനിങ്ങനെ പറയുക, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്, ഇതിങ്ങോട്ട് തന്നാൽ പോരെ, നമ്മൾ ചെയ്യില്ലേ. അപ്പോൾ അവനതൊന്നും പറ്റില്ല. നമ്മളതൊന്നും പറഞ്ഞിട്ട് ആ കുട്ടിക്ക് അതൊന്നും പറ്റുണ്ടായില്ല. സോ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇനി അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സ്പീഡിലിട്ടു. അങ്ങനെ എല്ലാവർക്കും ബാൻഡൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ മേലേക്ക് കയറുകയാണ്. അധികം ആൾക്കാരുള്ളൊരു പരിപാടിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളെ കാരണം ആൾ പറഞ്ഞത് മലപ്പുറത്തും തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഇതിപ്പോൾ പാലക്കാട് ആയതുകൊണ്ടാണ് അത്രയും ക്രൗഡ് ഇല്ലാത്തത്. അപ്പോൾ മെയിൻലി കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അങ്ങനത്തെ ആൾക്കാരും കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരും പിന്നെ ഇതിനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ലൈക്ക് ഈ ജിം ട്രെയിനേഴ്സ്, അങ്ങനത്തെ ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 55 kgയുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. അബി ആദ്യം 55 kgയുടെ കോമ്പറ്റീഷനാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് തലേ ദിവസം ഇവർ വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ അവനൊരു 400 gram കൂടുതലായതുകൊണ്ട് 60 kgയിലേക്ക് പോയി. അതെന്തുകൊണ്ടും നല്ലതായിരുന്നു എന്ന് നമുക്ക് ഈ കോമ്പറ്റീഷൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി. കാരണം ഇത് 55 kgയുടെ ആണ്. സോ ഇതിൽ ഇത്രയും പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എല്ലാവരും ഒന്നിലൊന്ന് മെച്ചം തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവർ കോമ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഈ സ്റ്റേജ് കുറവായിരുന്നു എന്ന്. കാരണം ഇത്രയും പേർക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട്
നിൽക്കാനുള്ളൊരു സ്പേസ് കുറവായിരുന്നു എന്ന് ഫീൽ ചെയ്തു. ബട്ട് സംഭവം അവരത് മാനേജ് ചെയ്യും. നല്ല വെൽ അറേഞ്ച്ഡ് പ്രോഗ്രാം തന്നെയായിരുന്നു. അതേ സ്റ്റേജിൽ രണ്ടുപേരെ ഇവരുടെ ലൈക്ക് ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ട്, പിന്നെ ജഡ്ജസ് താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കഴിഞ്ഞിട്ട് അവരൊന്ന് ഫിൽട്ടർ ചെയ്തെടുത്തു. ഇപ്പോൾ ഇത്രയും പേരെ മാറ്റിയിട്ട് അതിൽ നിന്ന് ഇത്രയും പേരെ അവർ ഫിൽട്ടർ ചെയ്തെടുത്തു. ഇനി ഇവർ തമ്മിലാണ് കോമ്പറ്റീഷൻ. മെയിൻലി ഒരു 3 പോസസ്സാണ് ഇവർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആ 3 പോസസ് 2 തവണയൊക്കെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു പോസ്, സെക്കൻഡ് പോസ് അതായിരുന്നു, തേർഡ് പോസാണിത്. മെയിൻലി ഈ 3 പോസസ് തന്നെയാണ് ഇവർ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദി കോമ്പറ്റീഷൻ ചെയ്യണ്ടായിരുന്നത്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. ഭയങ്കര ക്വിക്ക് ഡിസിഷനാണ്. എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഡിസൈഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ മേ ബി ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവും, ആരാണ് ബെറ്റർ. ബട്ട് അവരിത് അത്രയും പേരുന്ന് വീണ്ടും 5 പേരെ സോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കൊരു ഇത്ര സെക്കൻഡ്സ് മ്യൂസിക് ഇട്ട് കൊടുക്കും. ആ മ്യൂസിക് ഇടുമ്പോൾ ഇവർക്ക് എന്ത് പോസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് നമ്മളെ തന്നെ അറ്റ് 100% റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര മറ്റുള്ളവരെ മാറ്റി നമ്മളുടെ കഴിവോടെ തെളിയിക്കുന്നു, അവിടെയാണ് നമുക്ക് ആ സ്പേസ് കിട്ടുന്നത് അതിൽ മാത്രം. അപ്പോൾ അത് കഴിഞ്ഞു. ഡിസിഷൻ കഴിഞ്ഞു. 5 പേർക്കും പ്രൈസ് കൊടുക്കുന്നുണ്ട്. 5th റണ്ണറപ്പ്, 4th റണ്ണറപ്പ്, പിന്നെ 1st, 2nd, 3rd എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വിഷമമില്ല. അപ്പോൾ 5ാമത്തെ ആളെ വിളിച്ചു, അയാൾക്ക് പ്രൈസ് കൊടുത്തു. 4th കൊടുത്തു. ഇനി ഇവിടെ ഒരു കോമഡി സംഭവം നടക്കുന്നുണ്ട്. കോമഡി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് അതുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത്. 3rd കൊടുത്തു. ഇനി അവിടെ 2 പയ്യന്മാരുണ്ട്. ഇവരാണ് ആ ലാസ്റ്റ് മ്യൂസിക്കിൻ്റെ ടൈമിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത്. അപ്പോൾ 2nd കൊടുത്തിട്ട് 2nd പ്രൈസ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റുകാരൻ ഒരു ആവശ്യമില്ലാതെ വന്നൊരു ഷോ നടത്തി. അത് നടത്തിയപ്പോൾ അവിടുത്തെ ഓർഗനൈസേഴ്സ് അയാളെ അടിപൊളിയായിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തി. ആ കുട്ടിക്ക് വിഷമമായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വിഷമമായിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2nd കൊടുക്കണ നേരത്തെ അവൻ വന്നത് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ ഫസ്റ്റ് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം അതിൽ തീർന്നു കിട്ടി. ആളങ്ങോട്ട് മൂഡ് ഓഫായി. എങ്ങനെ നേരത്തെ വന്ന് ഷോ ഇറക്കിയ ആളാണെന്ന് അറിയോ, പിന്നെ അങ്ങ് ആകെ ഓഫായിപ്പോയി. ഇത് നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ നമുക്കാകെ എന്തോ പോലെ. ബട്ട് അത് ശരിയല്ലല്ലോ. ഒരാൾക്ക് 2nd കിട്ടുമ്പോൾ അയാൾ അത്ര എഫേർട്ട് ഇട്ടതിന് കിട്ടിയ 2nd അല്ലേ. അപ്പോൾ ആ 2nd കിട്ടുന്നത് ആ ഒരു ടൈം അവന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അവരെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൾ വന്നു. റൈറ്റ് എൻഡിൽ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് വണ്ണാണ് അബി. അപ്പോൾ അബിയുടെ പേര് വിളിക്കേണ്ടി വന്നു. അബിയുടെ ഈ ടാൻ അടിക്കുന്ന പരിപാടി കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. എല്ലാവരും കയറി കഴിഞ്ഞിട്ട് വീണ്ടും അഭിനന്ദേസ് എന്നൊക്കെ വിളിച്ചപ്പോഴാണ് അബി ഓടി കയറി സ്റ്റേജിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളും സ്ട്രെസ്ഡായി പോയ കാരണം ആ ക്ലിപ്പൊന്നും കിട്ടിയില്ല. അവരും പോസിങ് തുടങ്ങി. മറ്റവർക്ക് കൊടുത്ത സെയിം 3 പോസസ് തന്നെയാണ് ഇവർക്കും കൊടുക്കുന്നത്. ബട്ട് ഇവർക്കിത് നേരത്തെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ കോമ്പറ്റീഷൻ ആയപ്പോഴാണ് ഇവരെ സ്റ്റേജിലേക്ക് വിളിച്ചത്. ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡിലേ ആയിപ്പോവും. അപ്പോൾ ഇവരിങ്ങനെ ഓരോ പോസ് ചെയ്യുമ്പോഴും ഇത് ശരിക്കും ഓൺ വോയിസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരിക്കും. ഞങ്ങൾ ചെയ്യടാ അത് ഇത് ടെൻഷൻ മാറ്റി ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ മുഖത്ത് അത്രയും സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഇങ്ങനെ മസിൽസൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം നിയർലി 1 year ആയിട്ട് അവൻ കാലത്തും ഇപ്പോൾ കുറച്ച് നാളായിട്ട് 2 നേരം ഒക്കെ ജിമ്മിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ഉരുട്ടിയെടുത്തതാണ് ഇതൊക്കെ. കുറച്ച് ജെനറ്റിക്സും ഉണ്ട്. മാമൻ്റെ ഒരു ജെനറ്റിക്കൽ സംഭവം അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പണിയെടുക്കണ വെച്ച് നോക്കുമ്പോൾ അവന് അതിൻ്റെ ഒരു 10% കുറവ് പണിയെടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ലക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവൻ പണിയെടുത്തില്ല എന്നല്ല, അവൻ നല്ല ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട്. ഈ കോമ്പറ്റീഷൻ്റെ ലാസ്റ്റ് 2 weeks ഒക്കെ ആയപ്പോൾ വെള്ളം കട്ട്, പിന്നെ പ്രത്യേകം ഡയറ്റ്. നമ്മുടെ കൂടെ പുറത്ത് വരുമ്പോഴൊക്കെ പാവം സ്പൂണിലൊക്കെ വെള്ളം കുടിക്കുന്ന അവസ്ഥ. ലാസ്റ്റ് 2 days കംപ്ലീറ്റ് വാട്ടർ കട്ട്. അങ്ങനെ എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് അവൻ മാത്രമല്ല, ഈ കോമ്പറ്റ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് നമ്മളിത് നേരിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അവൻ്റെ കാര്യം പറയുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഇവരിൽ ഇതേപോലെ ഇവർ 5 പേരെ നിർത്തിയതിന് ശേഷം പിന്നെ 2 പേരെ വെച്ച് കാണിച്ചു. ഇവർ 2 പേരെ മാത്രം വിളിച്ചപ്പോൾ നമുക്ക് ആദ്യം ഒരു ടെൻഷനായിപ്പോയി. എന്ത് പറ്റി? കാരണം ആദ്യത്തെ പ്രാവശ്യം ഇവരെങ്ങനെ വിളിച്ചിട്ട് ഇവരെങ്ങനെ വിടുകയല്ലേ ചെയ്യണത്. അപ്പോൾ ആദ്യം ഒരു സ്ട്രെസ്സായി. പിന്നെ ഇവർക്ക് ഇങ്ങനെ ഓരോരുത്തരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇത് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനൊക്കെ കാണുന്നത്.
ഒരു ഭയങ്കര വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ അബീനെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അബി നമ്മളിങ്ങനെ നോക്കും. അപ്പോൾ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവനൊന്ന് ചിരിക്കും, അല്ലെങ്കിൽ ഫുൾ സ്ട്രെസ് മോഡായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ അവർക്ക് മ്യൂസിക് കൊടുത്തിട്ട് ഓരോ പോസ് ചെയ്യാൻ കൊടുക്കുന്ന അവസരമായിരുന്നു. അപ്പോൾ അതിലവർക്ക് എന്തും പോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പ്രൗഡ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രൗഡ് ഫാമിലി ആയിട്ടിരിക്കുക ഓരോ മസിൽസ് ഇങ്ങനെ കാണുമ്പോൾ. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും അവർക്കിങ്ങനെ കുറച്ച് ടൈം, കാരണം ഇതിലധികം കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം ടൈം ഇവരിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇവർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവാലുവേഷൻ കഴിഞ്ഞു, ഡിസിഷനായി. ഈ ടൈമിലൊക്കെ നമ്മുടെ നെഞ്ചിൽ തീയാണ്, കാരണം ഒന്നും കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, എന്തെങ്കിലും കിട്ടണേ ഭഗവാനെ. അപ്പോൾ 5th വിളിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി. ഓക്കെ ഫൈൻ, 5th അല്ല, 4th കൂടെ വിളിച്ചപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് മോഡിലായി. കാരണം 1, 2, 3 ഇതിലേതെങ്കിലും ഒന്നുണ്ടെന്ന് ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് 3rd കൂടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇനി 1st or 2nd അതിലേത് കിട്ടിയാലും നമുക്ക് വിഷമമില്ല. അത് കഴിഞ്ഞ് 2nd വിളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ആ സമയത്ത് 1st കിട്ടണമെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 2nd കിട്ടിയപ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. സോ അതൊന്നും മാറിയിട്ട് അവൻ 2nd വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമനും അമ്മേനെയൊക്കെ കണ്ടോ, പ്രൗഡ് പാരൻസ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയി. എനിക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞങ്ങൾക്ക് അത്രയും പാവം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം തേജു വന്നു, ചോക്ലേറ്റ്സ് ഒക്കെ നമ്മളെല്ലാവരും കഴിക്കുമ്പോൾ അവൻ കൺസിസ്റ്റൻസ്, ഡെഡിക്കേഷൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ അവനെ ഒരുപാട് പ്രൊവോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവൻ്റെ താഴ്ത്തിക്ക് ഇറങ്ങി. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ. സോ ഞാൻ അവനൊരു ഉപ്പിട്ട എന്തോ ലൈം ജ്യൂസ് എങ്ങാണ്ട് വാങ്ങിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ആ മെഡൽ നമുക്ക് ഇട്ട് തരാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും, എനിക്ക് തന്നെ അറിയില്ല, അത്രയും ഹാപ്പിനെസ്സാണ്. അപ്പോൾ അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ പറയുന്നുണ്ട്, അവൻ്റെ ഫ്രണ്ടാണ് ആദിത്യൻ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അധികം അങ്ങോട്ട് പിടിക്കേണ്ട, ആ ഡ്രസ്സിലൊക്കെ ആവുമെന്ന്. സംഭവം ശരിയായിരുന്നു കേട്ടോ, ഡ്രസ്സിൽ ഫുള്ളും ആയി. അതങ്ങനെ പെട്ടെന്ന് കഴുകിയാലൊന്നും പോവില്ല. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വെള്ളം കുടിക്കാത്തെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അബിക്ക്. ബട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വെള്ളം കിട്ടുമ്പോൾ അത് കുടിക്കാൻ പറ്റണില്ല എന്ന് പറയായിരുന്നു. ഇപ്പോൾ ലേശം അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് അവന് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഹാപ്പിനെസ്സാണ്. അപ്പോൾ തേജു ഇങ്ങനെ പോസൊക്കെ മീൻസ് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഇതാണ് കേട്ടോ ആദിത്യനും അബിനെ പോലെ തന്നെ നമ്മുടെ ബ്രദറാണ്, അബിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവനും ആദിത്യനും കൂടിയിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അബീനെ കൂട്ടിയിട്ടല്ലല്ലോ വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ പോസസിലൊക്കെ ഫോട്ടോസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി വന്നു. അപ്പം അച്ഛൻ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനിങ്ങനെ അവൻ്റെ അടുത്ത് പറയുകയാണ് അവൻ്റെ ടെൻഷനെ പറ്റിയിട്ട്. കാരണം സ്റ്റേജിൽ നമുക്ക് മേലെ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ദൂരെ നോക്കിയിട്ട് പോലും അത്ര എവിഡൻ്റ് ആയിരുന്നു അവൻ്റെ മുഖത്ത് ആ സ്ട്രെസ്സ്. അപ്പം അത് ഇങ്ങനെ പറ്റില്ല, അതെങ്ങനെ ശരിയാവണം, അതിനി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതൊക്കെ അങ്ങനത്തെ കൈൻഡ് ഓഫ് കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും മാമൻ വന്നു. ഈ വീഡിയോ മാമൻ കണ്ടു കഴിഞ്ഞാൽ കൊലപാതകം നടക്കും. മാമന് ഫോട്ടോ വീഡിയോ ഇതൊന്നും ഇഷ്ടമല്ല. ഈവൻ എൻ്റെ കല്യാണത്തിന് പോലും ഒരു ഫോട്ടോയ്ക്ക് മാമൻ വന്നിട്ടില്ല, വീഡിയോയിലും മാമൻ പെട്ടിട്ടില്ല. ഇത് മാമൻ പെട്ടുപോയതാണ്. അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് അച്ഛൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമെന്ന് പറയുമ്പോൾ മാമൻ എതിർക്കാൻ പറ്റാണ്ട് മാമൻ പെട്ടുപോയി. വീഡിയോ എടുക്കുന്നത് മാമൻ അറിഞ്ഞിട്ടില്ല. ഇത് മാമൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാണില്ല എന്ന വിശ്വാസത്തിൽ ഞാനിത് പോസ്റ്റ് ചെയ്യും. കാരണം എപ്പോഴെങ്കിലുമൊക്കെ അബിക്ക് ഏതെങ്കിലും കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാമല്ലോ, ഓക്കെ ഇതെൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ ഇൻ മൈ ലൈഫ്. ഇത് കണ്ടോ, അച്ഛൻ നിർബന്ധിച്ച് മാമനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. ചെറിയ ആളിനെ അച്ചു അബിയുടെ ബ്രദറാണ്. അപ്പോൾ ഇതാണ് അബിയുടെ ഫാമിലി. അപ്പോൾ മാമനിങ്ങനെ എന്താ പറയുക, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഓപ്പോസിറ്റാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു മോഡിലാണ്. അച്ഛൻ ഇങ്ങനെ നിന്നിട്ട് എടുക്ക് എന്ന് പറയണതുകൊണ്ട് മാമൻ കടിച്ച് പിടിച്ചങ്ങോട്ട് നിന്നതാ. മതി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മാമൻ. അപ്പോൾ ഇത് മാമൻ ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും. അതിപ്പോൾ അബി നേടിയിട്ട് മാമൻ്റെ കയ്യിൽ അത് കൊടുക്കുമ്പോൾ ഇറ്റ്സ് വേറെ കൈൻഡ് ഓഫ് ഇമോഷൻ. എന്നിട്ട് അച്ഛനും അവൻ ഇതേപോലെ അത് കൊടുക്കുന്നുണ്ട്.
അച്ഛനും അവൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണുള്ളത്. അപ്പം അച്ഛൻ അവൻ്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് നിൽക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഞാനൊരു ലൈഫ് ലോങ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെമ്മറിക്ക് വേണ്ടി ഡോക്യുമെൻ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ദി പ്രൗഡ് ഫാമിലി. അപ്പോൾ മിസ്റ്റർ പാലക്കാട് സെക്കൻഡ് പ്രൈസ് വിന്നറായിട്ട് ഞങ്ങളുടെ അനിയൻ വന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.